Hello students, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡിഫൈൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പെർട്ടൈനിങ് ടു എ ബിസിനസ്. ഒരു ബിസിനസ്സായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും റിപ്പോർട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പെർട്ടൈനിങ് ടു എ ബിസിനസ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും റെക്കോർഡും ക്ലാസിഫൈയും സമ്മറൈസും റിപ്പോർട്ടും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ടു എക്സ്റ്റേണൽ യൂസേഴ്സ്. എന്താ പറയുന്നത്, ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, കമ്മ്യൂണിക്കേറ്റ് കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷനും, ഫിനാൻഷ്യൽ പെർഫോമൻസ് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ്, ഫിനാൻഷ്യൽ പൊസിഷൻ പറയുമ്പോൾ അസറ്റ്സ് ഓർ ലയബിലിറ്റീസ്. അപ്പോൾ ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷനും എക്സ്റ്റേണൽ യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വേറൊരു പേരാണ് എന്ത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വേറെ പേരാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് ദ റവന്യൂസ് ഏൺഡ് ആൻഡ് എക്സ്പ്രസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഡ്യൂറിങ് എ സ്പെസിഫിക് അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും കൂടി എഴുതാം. ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് എന്താണ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ദാറ്റ് ഷോസ് റവന്യൂസ് ഏൺഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ്. റവന്യൂസ് ഏൺഡ്, അതായത് നമുക്ക് എന്തൊക്കെ റവന്യൂ കിട്ടി എന്നുള്ളതും, ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ്, എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ഉണ്ടായത് എന്നുള്ളതും, ബൈ എ ബിസിനസ് ഡ്യൂറിങ് എ സ്പെസിഫിക് അക്കൗണ്ടിങ് പീരിയഡ്. ഒരു സ്പെസിഫിക് അക്കൗണ്ടിങ് പീരിയഡിൽ എന്തൊക്കെ റവന്യൂസ് നമുക്ക് കിട്ടി, എന്തൊക്കെ എക്സ്പെൻസസ് നമുക്ക് ഇൻകർ ചെയ്തു എന്ന് നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കാൻ പറ്റുന്ന ഒരു അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുക. ഇറ്റ് ഹെൽപ്സ് ഡിറ്റർമൈൻ ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻസ് വിച്ച് ഈസ് എയ്തർ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുക, നമുക്ക് കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് അതിന് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അത് എന്തിനാണ് യൂസ് ചെയ്തിട്ട് ഷോസ് ദ റവന്യൂസ് ഏൺഡ് ആൻഡ് എക്സ്പെൻസസ് incurred during a business during a specific accounting period. It helps to determine the net profit or net loss. Net profit or net loss കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അടുത്തത്, ഡിഫൈൻ റേഷ്യോ ഇൻ അക്കൗണ്ടിങ്. എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഈ റേഷ്യോ ഈസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻ്റർ റിലേറ്റഡ് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എക്സാമ്പിൾ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ദി സിംപ്ലി കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ അനാലിസിസ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള രണ്ട് ഫിനാൻഷ്യൽ ഫിഗേഴ്സിനെ എടുത്തിട്ട് ആ രണ്ട് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അതായത് കറണ്ട് റേഷ്യോ എങ്ങനെ കാണാം, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് റേഷ്യോ കാണാൻ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള രണ്ട് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ടൂളാണ് റേഷ്യോ എന്ന് പറയുന്നത്. ദേ സിംപ്ലിഫൈ കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ അനാലിസിസ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ, ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ റേഷ്യോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ റേഷ്യോസ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തത്, സ്റ്റേറ്റ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ബാലൻസ് ഷീറ്റ്. എന്തിനാണ് മെയിനായിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ദ പ്രൈമറി പർപ്പസ് ഈസ് ടു പ്രസൻറ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് അറ്റ് സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിലാണ് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ എന്താണ് കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഷോയിങ് ദ അസറ്റ്സ് ഓൺഡ് ബൈ ദ ബിസിനസ് ആൻഡ് ദ ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദോസ് അസറ്റ്. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ഇക്വിറ്റിയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. എന്താണ് ദ പ്രൈമറി പർപ്പസ് ഇസ് ടു പ്രസൻറ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് പിന്നെ അതിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ഇക്വിറ്റിയൊക്കെ ഷോ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. വാട്ട് ആർ ദ 3 മെയിൻ ആക്ടിവിറ്റീസ് ക്ലാസിഫൈഡ് ഇൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ള 3 മെയിൻ ആക്ടിവിറ്റീസ്
ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഇതിൽ വരും, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരും. ഇൻവെസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലും, ഫിനാൻസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഫിനാൻസിംഗ് ആക്ടിവിറ്റീസിൽ വരും. അടുത്ത ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും കൂടി പറയും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് മെഷേഴ്സ് പെർഫോമൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് ലിസ്റ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ പെർഫോമൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു പീരിയഡ് ഓഫ് ടൈമിൽ എന്താണ് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ലിസ്റ്റ് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്. അവിടെ റവന്യൂസും എക്സ്പെൻസസും നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റവന്യൂസും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ആണ് നമ്മളിവിടെ. ഇൻഡയറക്റ്റ് ആണ് മെയിനായിട്ട്. ഡയറക്റ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ, ഇൻഡയറക്റ്റ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റവന്യൂസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസും ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദ ബാലൻസ് ഷീറ്റ് മെഷേഴ്സ് ദ പൊസിഷൻ അറ്റ് എ പോയിന്റ് ഇൻ ടൈം ആൻഡ് ലിസ്റ്റ് അസറ്റ് ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക? അത് പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് എന്തൊക്കെ ഉണ്ടാവുക? അസറ്റ്സ്, ലയബിലിറ്റീസും ഇക്വിറ്റിയാണ് ഉണ്ടാവുക. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് എവിടെ ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറയുന്നുണ്ട്? ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ക്യാപിറ്റൽ സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അത് ക്യാപിറ്റൽ ഓർ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ബാലൻസ് ഷീറ്റിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഓർ റിറ്റെയിൻഡ് ഏർണിങ്സ് എന്നുള്ള പൊസിഷനിൽ ട്രാൻസ്ഫർ ചെയ്യും. അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്? The primary objective is to provide information about the sources and uses of cash and cash equivalents over a period. ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ക്യാഷ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സോഴ്സസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സോഴ്സസ് കിട്ടാനുള്ള ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് യൂസേഴ്സ് അസസ് ദി കമ്പനീസ് അബിലിറ്റി ടു ജനറേറ്റ് ക്യാഷ്, ഇറ്റ്സ് സോൾവൻസി ആൻഡ് ഇറ്റ്സ് നീഡ് ഫോർ എക്സ്റ്റേണൽ ഫിനാൻസിങ് വിച്ച് ഇസ് ഓഫൺ ഒബ്സ്ക്യൂർഡ് ബൈ ദ അക്യുറൻറ്റ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് പുറത്തുള്ള ആൾക്കാർക്ക്, ഇത് യൂസേഴ്സിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കമ്പനിയുടെ അബിലിറ്റി, അതായത് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് എങ്ങനെ ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ സോൾവൻസി എങ്ങനെയാണ്, കമ്പനിയുടെ എക്സ്റ്റേണൽ ഫിനാൻസിങ് എങ്ങനെയാണ്, എത്ര എക്സ്റ്റേണൽ ഫിനാൻസിങ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് എക്സ്റ്റേണൽ യൂസേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ സോഴ്സ് ആൻഡ് യൂസസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. സോഴ്സ് കണ്ടുപിടിക്കുകയാണ്, സോഴ്സ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഓഫ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യാണ്, സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഓവർ എ പീരിയഡ്. ഇറ്റ് ഹെൽപ്സ് യൂസേഴ്സ് അസസ് ദി കമ്പനീസ് അബിലിറ്റി ടു ജനറേറ്റ് ക്യാഷ്. It helps users assess the company's ability to generate cash, its solvency and its need for external financing which is often obscured by the accrual basis of accounting. അടുത്ത സ്റ്റേറ്റ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ലിക്വിഡിറ്റി റേഷ്യോസ്. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്? ലിക്വിഡിറ്റി റേഷ്യോസ് മെഷേഴ്സ് എ ഫേംസ് അബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ. കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് ലയബിലിറ്റീസ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ. ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് കറണ്ട് റേഷ്യോ. മെഷേഴ്സ് ദ അബിലിറ്റി ടു പേ കറണ്ട് ലയബിലിറ്റീസ് വിത്ത് കറണ്ട് ലയബിലിറ്റീസ്. എന്താണ് കറണ്ട് റേഷ്യോൻ്റെ ഫോർമുല? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ളൊരു റിലേഷനാണ് നമ്മൾ കറണ്ട് റേഷ്യോയിൽ കാണിക്കുന്നത്. അടുത്ത് ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. നമ്മൾ ക്യുക്ക് റേഷ്യോ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും കൂടിയും പറയും. എ മോർ സ്ട്രിഞ്ചന്റ് ടെസ്റ്റ് മെഷറിംഗ് ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി ബൈ എക്സ്ക്ലൂഡിംഗ് ഇൻവെൻട്രി ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഫ്രം കറണ്ട് അസറ്റ്. അതായത് ക്യുക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുക്ക് അസറ്റും അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല, ഇൻവെൻട്രീസ് നമ്മൾ അവിടെ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് അസറ്റിന് ഇൻവെൻട്രി നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യുക്കായിട്ട് പെട്ടെന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്ന സാധനങ്ങൾ, ഇത് ക്യുക്ക് റേഷ്യോ, ക്യുക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് ക്യാഷ് റേഷ്യോ മെഷേഴ്സ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ് എഗെയിൻസ്റ്റ് കറണ്ട് ലയബിലിറ്റീസ്. മോസ്റ്റ് ലിക്വിഡ് അസറ്റ്, അതായത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, നമ്മുടെ കയ്യിലുള്ള പൈസ, മോസ്റ്റ് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ്. അപ്പോൾ ക്യാഷോ ബാങ്കോ നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാഷ് പ്ലസ് ബാങ്കിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതിനെയാണ്, ആ റേഷ്യോനെയാണ് നമ്മൾ ക്യാഷ് റേഷ്യോ എന്ന് പറയാം.
അടുത്തത് എക്സ്പ്ലെയിൻ ദ ടേം ഫിനാൻഷ്യൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് സൈക്കിൾ. അക്കൗണ്ടിങ് സൈക്കിളിലെ ഒരു ഫൈനൽ സ്റ്റെപ്പാണ് എന്ത് ഫിനാൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വേർ ദ സമ്മറൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, അതായത് സമ്മറൈസ് ചെയ്ത ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രിപ്പയർഡ് അണ്ടർ സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഏതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിനൊരു സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾ ഉണ്ട്, അത് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ഈസ് റിപ്പോർട്ടഡ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ എന്താണ് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് അതെല്ലാം അതിൻ്റെ ഇൻഫോർമേഷൻ എല്ലാം നമ്മൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവർക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രൈമർലി ഡൺ ത്രൂ റിലീസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് അലൗസ് യൂസേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ഇതെങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. റിലീസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അവരെന്ത് ചെയ്യാണ് ഓൺലൈൻ ത്രൂ റിലീസ് ചെയ്യുകയാണ്, അവർ ഇറക്കുകയാണ്. അവരുടെ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അവർ റിലീസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. വിച്ച് അലൗസ് യൂസേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. അതെന്ത് ചെയ്യും യൂസേഴ്സിനെ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇൻഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടു എക്സ്റ്റേണൽ യൂസേഴ്സ്. എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ആൻഡ് ഇമ്പോർട്ടൻസ് ആരുടെ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടു എക്സ്റ്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സിന് എന്തിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്സ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആർ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡൺ ത്രൂ ദ പ്രിപ്പറേഷൻ ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിറ്റർമൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഡൺ ത്രൂ ദ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റിംഗ് റിസൾട്ട്സ് പ്രസൻറ്റിംഗ് സമ്മറൈസ്ഡ് ഡാറ്റ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ എന്താണ് എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ റിസൾട്ട്സ് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോം അവർക്ക് പ്രസൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്ത സിഗ്നിഫിക്കൻസ് ടു എക്സ്റ്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സിന് ഉള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണ്. ഇൻവെസ്റ്റേഴ്സ് ഹെൽപ്സ് അസസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിസ്ക് ബിഫോർ ബൈയിങ് ഓർ സെല്ലിംഗ് ഷെയർസ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിന് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അസസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിസ്ക് ബിഫോർ ബൈയിങ് ഓർ സെല്ലിംഗ് ഷെയർസ്. അവർ നമ്മുടെ ബിസിനസ്സിൽ ഷെയർസ് ബൈയോ സെല്ലോ ചെയ്യണതിൻ്റെ മുമ്പ് അവർക്ക് നോക്കിയാൽ അവർക്ക് എത്രത്തോളം റിസ്ക് ഉണ്ട്, എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത creditors or lenders helps evaluate the company's solvency and its ability to repay loans. കമ്പനിയുടെ സോൾവൻസി മനസ്സിലാക്കാനും അതേപോലെ എത്രത്തോളം ലോൺ റീപേ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനും ക്രെഡിറ്റേഴ്സിനും ലെൻഡേഴ്സിനും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഗവൺമെൻറ് ഓർ ടാക്സ് അതോറിറ്റീസ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫോർമേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ടാക്സസ് ആൻഡ് കംപ്ലയിൻസ്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഗവൺമെൻറ്റിനും ടാക്സ് അതോറിറ്റീസിനും ഈ ഇൻഫോർമേഷൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അടുത്ത് പബ്ലിക് ഗിവ്സ് ഇൻസൈറ്റ് ഇൻ ടു ദ കമ്പനീസ് കോൺട്രിബ്യൂഷൻ ടു ദി ഇക്കോണമി ആൻഡ് സൊസൈറ്റി. ഈ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ഇക്കോണമിയിലും സൊസൈറ്റിയിലും ഈ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെയും അത് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അടുത്തത് വാട്ട് ഇസ് റേഷ്യോ അനാലിസിസ്. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഓഫ് അനാലിസിസ്. അപ്പോൾ എന്താണ് റേഷ്യോ അനാലിസിസ് ഇസ് എ ടെക്നിക് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെർ ദ ഡാറ്റ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സിമ്പിൾ കമ്പയറബിൾ റേഷ്യോസ്. അപ്പോൾ എന്തിനാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓരോ ഫിനാൻഷ്യൽ ഫിഗേഴ്സിനെയും നമ്മൾ സിമ്പിൾ കമ്പയറബിൾ റേഷ്യോസ് ആക്കി മാറ്റിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് എന്തൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞാൽ അസസ് ദ ഷോർട്ട് ടേം സോൾവൻസി. ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞാൽ ഷോർട്ട് ടേം സോൾവൻസി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അബിലിറ്റി ടു മീറ്റ് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും. അടുത്താണ് സോൾവൻസി റേഷ്യോ അസസ് ദ ലോങ് ടേം സോൾവൻസി, അതായത് അബിലിറ്റി ടു മീറ്റ് ലോങ് ടേം ഡെപ്റ്റ് ആൻഡ് യൂസ് ഓഫ് ഡെറ്റ് ഫിനാൻസിങ്. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോങ് ടേം സോൾവൻസി അസസ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക സോൾവൻസി റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒക്കെ. അടുത്ത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ദി ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫേം റിലേറ്റീവ് ടു സെയിൽസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസറ്റ്സ്. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. എന്തിന്
ഇതായിട്ടെന്ന് പറയുന്നത് സെയിൽസിനും ഇൻവെസ്റ്റ്മെൻറ്റിനും അസറ്റ്സിനും റിലേറ്റീവായിട്ട്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ റേഷ്യോസ്. അടുത്തത് ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ. അത് പറഞ്ഞാൽ എന്താ, മെഷേഴ്സ് ഹൗ എഫക്റ്റീവ്ലി ദ ഫേം ഈസ് യൂട്ടിലൈസിങ് ഇറ്റ്സ് അസറ്റ്. എത്ര ഇഫക്റ്റീവായിട്ടാണ് ഫേം ആ ബിസിനസ്സിൻ്റെ അസറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. നന്നായി പഠിച്ചിട്ട് പോയി എക്സാം എഴുതിക്കോളൂ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.